നമ്മൾ ഹരിയാനയിലേക്ക് തന്നെയാണ് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ്. പോളിംഗ് ശതമാനം ഇപ്പോൾ 50 പിന്നിട്ടിരിക്കുന്നത്. BJP കോൺഗ്രസ് നേർക്കുനേർ മത്സരം നടക്കുന്ന സംസ്ഥാനത്ത് തികഞ്ഞ പ്രതീക്ഷയിലാണ് പാർട്ടികൾ. വീണ്ടും അധികാരത്തിലെത്തുമെന്ന് BJP കണക്ക് കൂട്ടുമ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി ചരടുവലികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 6 മുതൽ എക്സിറ്റ് പോളുകൾ പുറത്തുവരികയും ചെയ്യും. നോബിൾ മാരിക്കാരൻ ചേരുന്നു ഹരിയാനയിൽ നിന്നും. നോബിൾ, പോളിംഗ് മന്ദഗതിയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെയും സംഘർഷമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാർട്ടികളുടെ ഒരു പ്രതീക്ഷ എന്താണ്? വീണ്ടും അധികാരത്തിലെത്താമെന്ന് BJP കണക്ക് കൂട്ടുമ്പോൾ തിരിച്ചുപിടിക്കാം എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുമുണ്ട്. ഏതൊക്കെ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്? ഹരിയാനയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. 90 മണ്ഡലങ്ങളാണ് ഇന്നിപ്പോൾ വിധി എഴുതുന്നത്. പ്രധാനമായും പോളിംഗ് ശതമാനം 50% അടുക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പോളിംഗ് ശതമാനം 50 കടക്കും ഉച്ചയ്ക്ക് മുൻപ് എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു പോളിംഗിലേക്ക് എന്താണെങ്കിലും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ വലിയ പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രതിഫലനം വരും മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം സ്ഥാനാർത്ഥികളും ഒക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലമായി BJP ആണ് അധികാരത്തിൽ ഉള്ളത്. ഒരു ഭരണമാറ്റത്തിലേക്ക് സംസ്ഥാനം പോകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പോളിംഗ് കഴിഞ്ഞ് നേതാക്കൾ അടക്കം വ്യക്തമാക്കുന്നത് വലിയ ആത്മവിശ്വാസമാണ്. കോൺഗ്രസിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ BJPയുടെ ആകട്ടെ എല്ലാവരും തങ്ങൾ അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസം പ്രഖ്യാപിക്കുന്നു. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള നിലവിലത്തെ പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് കൂടെ പറയുന്നത് കോൺഗ്രസിന് 75 സീറ്റുകൾ നേടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസം പാർട്ടികൾക്ക് ഇടയിലുണ്ട്. ചെറു പാർട്ടികളായ JJP ഒപ്പം ആം ആദ്മി ഉൾപ്പെടെയുള്ള പാർട്ടികളും മത്സരരംഗത്ത് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ഗുരുഗ്രാമിലെ 340 ബൂത്തിലാണ് ഉള്ളത്. ഈ ബൂത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ക്യൂ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ പ്രായമായ ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ വന്നു പോകുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കർഷകരുടെ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ അഗ്നിവീറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ചർച്ചയായതാണ് സംസ്ഥാനത്ത്. ആ പശ്ചാത്തലത്തിൽ അതിൻ്റെയൊക്കെ പ്രതിഫലനം ആർക്ക് ഗുണം ചെയ്യും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ BJP പ്രതിരോധത്തിലാണ് എന്ന് എടുത്തു പറയണം. പ്രായമായ ആളുകളടക്കം എത്തിയിട്ടുണ്ട്. We will prefer Congress because there is no work in 10 years in the BJP province and damage of the roads you can see. ഇത്തരത്തിൽ BJPക്കെതിരെ ഒരു ജനവിധി ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും ഹരിയാനയിൽ അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ 2019 ആണെങ്കിൽ പോലും JJP പിടിച്ച വോട്ടുകളാണ് കഴിഞ്ഞ 2019 കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തവണ JJPക്ക് അത്തരത്തിൽ വോട്ട് പിടിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് ക്യാമ്പിന് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. അതാണെങ്കിലും ഇത്തരത്തിൽ ഹരിയാനയിൽ ഇപ്പോഴും പോളിംഗ് പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ച ജമ്മു കാശ്മീർ ഒപ്പം ഹരിയാനയിലെ വോട്ടുകൾ എണ്ണും. അന്ന് അറിയാം ആരാണ് ഹരിയാനയിൽ വിജയിക്കാൻ പോകുന്നത് എന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നോബിൾ മാരിക്കാരൻ ചേരുകയായിരുന്നു ഹരിയാനയിൽ നിന്ന്. ചൊവ്വാഴ്ചയാണ് ഫലം പുറത്തുവരുന്നത്. ഹരിയാന, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോളുകൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വന്നു തുടങ്ങും. 6 മണി മുതൽ 8 മണി വരെ സമഗ്ര കവറേജുമായി റിപ്പോർട്ടറും ചേരുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അപ്പോൾ റിപ്പോർട്ടറിൽ ലഭ്യമാകുകയും ചെയ്യും. ഏതായാലും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഹരിയാന, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ രാജ്യം എന്നതിൽ തർക്കമില്ല. നമ്മൾ മറ്റൊരു